ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളായിരിക്കാം, മേ ബി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കാം. നമ്മുടെയൊക്കെ മക്കൾ ഷാഠ്യം പിടിക്കാറുണ്ട്. ഷാഠ്യം പിടിക്കുമ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കാറുമുണ്ട്. ഞാനല്ലാതെ വേറെ ആരെ എൻ്റെ കുട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ എന്നുള്ള ആ ഒരു ചിന്ത എല്ലാ പേരൻസിനും ഉണ്ടാകാറുമുണ്ട്. പക്ഷെ നമ്മൾ ആ ചെയ്യുന്നത് ഒരുതരം തെറ്റാണ്. ഇന്ന് സാധിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നാളെ ഷാഠ്യം പിടിക്കുമ്പോൾ മേടിച്ചു കൊടുക്കുമെന്നുള്ള ഒരു മോശപ്പെട്ട ചിന്ത ആ കുഞ്ഞു മനസ്സിൽ കയറിക്കൂടുന്നുണ്ട്. അത് നമ്മളാരും അറിയുന്നില്ല. നാളെ ആൾക്കൂട്ടത്തിനിടയിലും കടയിൽ കിടന്നും അങ്ങനെ പലയിടങ്ങളിലും കുട്ടികൾ ഷാഠ്യം പിടിച്ച് തറയിൽ കിടന്ന് ഉരുണ്ടു മറിഞ്ഞ് വാശി പിടിക്കും. അപ്പോൾ കുട്ടികളെ പിടിച്ചിട്ട് അടിച്ചിട്ടോ കുട്ടികളോട് ദേഷ്യപ്പെട്ടിട്ടോ കാര്യമില്ല. വാശി പിടിച്ചാൽ സാധനം മേടിച്ചു കൊടുക്കുമെന്നുള്ള ചിന്ത ആ കുഞ്ഞു മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ കുട്ടികൾ വാശി പിടിച്ച് കരയുന്നത്. പകരം ആ വാശി നമ്മൾ കാര്യമാക്കാതെ നമ്മൾ വിട്ടുനോക്കൂ, കുട്ടികൾ വാശി പിടിക്കില്ല. ഇന്നത്തെ കാലത്തെ മക്കൾ ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നത് ഫോണിന് വേണ്ടിയാണ്. കാരണം പേരൻസിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഫോണിന് അഡിക്റ്റ് ആക്കിയിരിക്കുന്നു. കുട്ടികളെ ഒരിക്കലും അതിൽ തെറ്റ് പറയാൻ പറ്റില്ല. അതിന് എല്ലാത്തിനും തെറ്റുകാരും പേരൻസ് തന്നെയാണ്. മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ സമയം കണ്ടുപിടിക്കാത്തതിൻ്റെ കുഴപ്പമാണ്. അതെ, എന്തിനായി മക്കൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? നമ്മുടെ കൂടെ മക്കൾ നിൽക്കുന്നിടത്തോളം സമയങ്ങളെല്ലാം നമ്മൾ മക്കളുടെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നത്. ആ സമയം നമ്മുടെ കുഞ്ഞോമനകളെ നമ്മളെടുത്ത് കിച്ചണിൽ കൊണ്ടുവന്ന് നിർത്തി കുറച്ച് കഥകളെല്ലാം പറഞ്ഞു കൊടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് അത് നോക്കി അതുങ്ങൾ കണ്ടും പഠിക്കട്ടെ. അതിന് വേണ്ടിയിട്ടൊരു സ്പേസ് കിച്ചണിൽ കുട്ടികൾക്ക് കൊടുക്കുക. അപ്പം നമുക്ക് എന്തിനാണ് കുട്ടികൾക്ക് സമയം കണ്ടുപിടിക്കാൻ നിൽക്കുന്നത്? അവിടെ തന്നെ കുട്ടികളുമായിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമല്ലേ. സമയം ഒരിക്കലും നമ്മളെ തേടി വരില്ല. നമ്മൾ വേണം സമയത്തിനൊത്ത് സഞ്ചരിക്കാൻ. ആ സമയത്തിനൊത്ത് സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഭർത്താവായിക്കോട്ടെ, നമ്മുടെ കുട്ടികളായിക്കോട്ടെ, നമ്മുടെ വീട്ടിലെ അംഗങ്ങളായിക്കോട്ടെ എല്ലാവരെയും ഒരുപോലെ ഹാൻഡിൽ ചെയ്യുക. അതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത്. അവിടെ നമ്മുടെ കുട്ടികൾക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ എന്ത് ജോലി ചെയ്യുന്നു? പേരൻസിനെ കണ്ടു വേണം കുട്ടികൾ വളരാനെന്ന് നമ്മളെല്ലാവരും പറയും. നമ്മൾ പേരൻസ് കിച്ചണിൽ ഓരോ പണിയായിട്ട് ഓടി നടന്ന് കുട്ടികൾക്ക് ഫോൺ വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ടല്ല മക്കൾ വളരേണ്ടത്. നമ്മൾ എന്തൊക്കെ ജോലി ചെയ്യുന്നോ അത് കണ്ടു വേണം മക്കൾ വളരാൻ. ഇത്തരത്തിൽ മക്കളെ വളർത്തുന്ന എത്ര പേരുണ്ടെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? വിരലിൽ എണ്ണാവുന്ന ആൾക്കാരെ കാണത്തുള്ളൂ. ഒരിക്കലും ഇങ്ങനെ ആക്കരുത് നമ്മുടെ മക്കളെ നമ്മളെല്ലാം അറിയിച്ച്, നമ്മുടെ പൈസ ആയിക്കോട്ടെ, ബുദ്ധിമുട്ടായിക്കോട്ടെ, നമ്മുടെ ജോലിഭാരമായിക്കോട്ടെ, എന്തും കുട്ടികളെ അറിഞ്ഞ് മനസ്സിലാക്കി തന്നെ നമ്മൾ വളർത്തുക. ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് മാറി ചിന്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.